സോ ഗൈസ് വെൽക്കം ബാക്ക്. കൽക്കി 2898 AD. സോ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ ഇറങ്ങിയൊരു മൂന്നാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ടു. പക്ഷെ അന്നേരം എനിക്ക് ഈ പറയുന്ന പോലെ റിവ്യൂ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അന്നേരത്തെ ഒരു സിറ്റുവേഷൻ അതല്ലായിരുന്നു. സോ അപ്പം സമയപരിധിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സമയമൊക്കെ കിട്ടിയോണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ കൽക്കി ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്തുകൂടാ എന്നൊരു ഐഡിയ തോന്നി. അപ്പം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കൽക്കി സിനിമ കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ കം റിയാലിറ്റി അല്ലെങ്കിൽ എൻ്റെ കുറച്ച് തോട്ട്സ് ആണ് ഞാൻ കണ്ടപ്പോൾ എന്താണ് ഈ ഒരു സിനിമയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെയുള്ള എൻ്റെ കുറച്ച് തോട്ട്സും കാര്യങ്ങളുമാണ്. സോ അപ്പോൾ ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കൽക്കി 2898 AD. സോ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് ഡിസ്ക്ലൈമർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പോയിലേഴ്സ് ഒക്കെ ഉള്ളതാണ്. സോ ഒരു സ്പോയിലർ വാണിംഗ് ഞാൻ ആദ്യമേ തന്നെ തരാം. സിനിമ കണ്ടിട്ടുള്ളവർ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ അങ്ങോട്ട് കാണാനായി ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പല കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നിന്ന് ചിലതൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ പറയുന്ന ടൈമിൽ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ സ്പോയിലറൊക്കെ ആയേക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു സ്പോയിലർ വാണിംഗ് ഞാൻ തരുകയാണ്. ഞാൻ അതുപോലെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങളും എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ്, എൻ്റെ വ്യൂ ഓഫ് പോയിൻറ്റിലുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല. പല നിങ്ങളുടേതായിട്ടൊരു നിങ്ങളുടേതായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങളുടേതായിട്ട് കുറേ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന പോസിറ്റീവ്സ് ആണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും എല്ലാം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. സോ ഗൈസ്, കൽക്കി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് മിത്തോളജിക്ക് ഒരുപാടധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണെന്ന് പറയണം. ആൻഡ് നമ്മൾ ട്രെയിലറിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് സിനിമ. സോ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പം മുതൽ എന്താണ് ഒരു ഓളം അന്നേരം ഉണ്ടായിരുന്നു. അന്നേരം പ്രോജക്റ്റ് കെ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഈ സിനിമ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയെന്നുണ്ടെങ്കിലും എന്താണ് പ്രോജക്റ്റ് കെ, എന്താണ് അതിലുള്ളതെന്നുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനും പ്രഭാസിൻ്റെ അടുത്ത പടക്കമായി മാറുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ പേര് അനൗൺസ് ചെയ്തത്. സോ പേര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് ട്രെയിലർ ഇട്ടപ്പോഴാണ് ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഉള്ള ഒരു മൊത്തം എക്സ്പെക്റ്റേഷൻസെ അങ്ങ് മാറ്റി കളഞ്ഞ രീതിയിലുള്ള ഒരു സാധനമായിരുന്നു അവന്മാർ ഇറക്കി വിട്ടിട്ടുള്ളത്. സോ അങ്ങനെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ തിയേറ്ററിൽ ചെന്ന് ഇരുന്ന് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു വാഹു എഫക്റ്റ് എനിക്ക് പോയിട്ടില്ല. സോ ഇതൊരു ജസ്റ്റ് ഒരു റിവ്യൂ എന്നുള്ള രീതി ഞാൻ പറയുകയാണ്. കിഡിലൻ സിനിമയായിരുന്നു, വേറെ ലെവൽ സിനിമ തന്നെയായിരുന്നു കൽക്കി എന്ന് പറയുന്നത്. സോ ഈ ഒരു സിനിമയെ ബാക്കിയുള്ള സിനിമകളിൽ നിന്നും എന്താണ് ഡിഫറെൻ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സിനിമ ബാക്കിയുള്ള സിനിമയിൽ നിന്നും എങ്ങനെയാണ് ഇതിനെ ഒന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒറ്റ നോക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മിത്തോളജിയാണ്. സോ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല ഈ പറയുന്ന മിത്തോളജി എടുത്ത് വെച്ച് ഒരു സിനിമയ്ക്കകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പും പല സിനിമകളും ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ നല്ലതായിട്ടുണ്ട്, കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുമുണ്ട്. സോ ഈ പറയുന്ന പോലെ മിത്തോളജി ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്കത് 2022 23 എങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു കാർത്തികേയ 2 എന്ന് പറയുന്നത്. സോ ഒരു സിനിമയെന്ന് പറയുന്നത് ബേസിക്കലി ഈ പറയുന്ന പോലെ മിത്തോളജി വേഴ്സസ് ഹിസ്റ്ററി, അല്ലെങ്കിൽ സയൻസ് വേഴ്സസ് മിത്തോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പോകുന്ന ഒരു സിനിമയായിരുന്നു അത്. ഈ പറയുന്ന പോലെ നിഖിൽ സിദ്ധാർത്ഥായിരുന്നു ആ ഒരു സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. സോ അതിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആൻഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറയുന്ന മിത്തോളജിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടുതൽ സയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കാർത്തികേയ 2 എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കാർത്തികേയ 2 കാണാൻ വേണ്ടി കാർത്തികേയ 1 കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാർത്തികേയ 1-ൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഈ ക്യാരക്ടറിന് ഈ പാമ്പുകളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണ്. പക്ഷേ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ ഒരു കാര്യത്തിലല്ലാതെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് പാർട്ട് കാണുന്ന ഒരു നിർബന്ധമില്ല. ഫസ്റ്റ് പാർട്ട് കാണാതെ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് കണ്ടാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന കാർത്തികേയ 2 എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കാർത്തികേയ 2 എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരു അപ്ഗ്രേഡ് വേർഷനായിരുന്നു ഈ പറയുന്ന പോലെ കൽക്കി എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. സോ ഈ പറയുന്ന കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു പോസ്റ്റ് അക്കോകാലിപ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ അതിൻ്റെ പീക്ക് ലെവലിലുള്ള ഒരു വേൾഡാണ്. സോ ഈ പറയുന്ന പോലെ പോസ്റ്റ് അക്കോകാലിപ്റ്റിക് എന്ന് പറയുമ്പം ഒരു സൂപ്പർ ഹീറോ ഫാനായിട്ടുള്ള എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ DC AMU അല്ലെങ്കിൽ DC ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സിൻ്റെ അകത്ത് ലാസ്റ്റ് സിനിമയായിട്ടുള്ള ജസ്റ്റിസ് ലീഗ് ഡാർക്ക് അക്കോകാലിപ്സ് എന്ന് പറയുന്ന സിനിമയാണ്. ആ ഒരു സിനിമയ്ക്കകത്ത് ഇതുപോലെ ഒരു അക്കോകാലിപ്റ്റിക് വേൾഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ വിഷനിൽ വന്നിട്ടുള്ള സ്നൈഡർ കട്ട് ജസ്റ്റിസ് ലീഗ്, അതിൻ്റെ അകത്ത് ബാറ്റ്മാൻ്റെ വിഷൻ,
അന്നേരം കാണിക്കുന്നത് ഈ പറയുന്ന ഒരു പോസ്റ്റ് അക്കോകലിപ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡാണ്. സോ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സിനിമയിലും ഈ പറയുന്ന പോലെ അക്കോകലിപ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത് ഈ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു സിനിമ കണ്ട ടൈമിൽ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഒരു പോസ്റ്റ് അക്കോകലിപ്റ്റിക് വേൾഡ് ആവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും. സോ ഞാൻ വിചാരിച്ചാൽ അതിന് അപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റും എന്ന് എനിക്കും കാണിച്ചു തന്ന ഒരു ഡയറക്ടർ തന്നെയാണ് ഈ നാഗേശ്വരൻ എന്ന് പറയുന്നത്. സോ പുള്ളി ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തന്നിട്ട് ആ ഒരു വേൾഡ് വേറെയാണ്. എന്താ മിത്തോളജി ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ വേൾഡും ആൻഡ് ഈ ഒരു സിനിമയിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു വേൾഡിലെ ഈ ഒരു കൽക്കി യൂണിവേഴ്സിലെ തന്നെ അവസാനത്തെ വേൾഡുമായിട്ടുള്ള കാശിലാണ് ഈ കഥയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അവിടെ മുതലാണ് ഈ മിത്തോളജിയിൽ നിന്നും എനിക്ക് മാറ്റങ്ങൾ കാണാനായി തുടങ്ങിയത്. സോ അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ടെക്നോളജിക്ക് അങ്ങേയറ്റം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ടെക്നോളജിയുടെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ മിത്തോളജിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ ഇത് വർക്കാവും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ. സോ അപ്പം ഇതെങ്ങനെ ഇവർ കാണിച്ചു കൂട്ടും, ഇതിനി അലമ്പായി പോകുന്നൊക്കെ പല പേടികളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമ കണ്ടപ്പം ഒന്നും പറയാനില്ല, വേറെ റേഞ്ച്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് അത് വെപ്പൺസ് ഒക്കെ കാണിക്കുന്നൊന്നും വലിയ കുഴപ്പമില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ അകത്ത് ഷിംബാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തെ മാത്രം വെപ്പൺ എനിക്കൊരു എന്താ പറയുക ധർമാക്കോളെ വെട്ടിയെടുത്തോട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. എനിക്കൊരു കണ്ണടിയായിട്ട് ഒരു സിനിമയിൽ ഫീൽ ചെയ്തൊരു കാര്യമാണ്. എന്നാൽ അതൊന്നും സിനിമയെ ബേസ് ഈ ഒരു സിനിമയിലെ ത്രൂ ഔട്ട് കാര്യങ്ങളെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതൊന്നും ഒരു നെഗറ്റീവായിട്ടേ പറയാൻ പറ്റത്തില്ല. അത് വേറൊരു റീസൺ കൂടാണ്. അതൊരു ചെറിയ സംഭവമായിട്ട് എനിക്ക് തോന്നി. സോ അപ്പോൾ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ മിത്തോളജി ഈ പണ്ട് മുതലേ കണ്ടു വന്നുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു മിത്തോളജിയിൽ മാറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്ന് പൊളിച്ചെഴുതി ആർക്കെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തുകൂടെ എന്നൊരാഗ്രഹം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഈ പറയുന്ന പോലെ മഹാഭാരതം എന്ന് പറയുന്ന ഒരു സീരീസിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു സ്റ്റോറിയിൽ നിന്നും ഭക്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എടുത്ത് മാറ്റിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് ആർക്കെങ്കിലും ചെയ്തുകൂടെ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഒരു സീരീസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഗെയിം ഓഫ് ത്രോൺസിനൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും ഒരു വലിയ ഫാൻ ബേസ് ലോകമെമ്പാടും, ഇന്ത്യ എന്നല്ല ഞാൻ പറയുന്നത്, ലോകമെമ്പാടും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുള്ള പൊളിറ്റിക്സിനും ഈ വിഷ്വൽസിനൊക്കെ അങ്ങ് പീക്ക് ലെവലിലാണ് മഹാഭാരതത്തിലുള്ളത്. ബട്ട് മഹാഭാരതത്തിൽ ഈ പറയുന്ന പോലെ ഭക്തി എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കാണാത്തൊരു ടൈപ്പ് സാധനമാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഏതൊരു സീരീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സിനിമയാണെങ്കിലും ഇനിയും ചെയ്യുകയാണെങ്കിൽ സ്റ്റോറി നമുക്കറിയാം, സ്റ്റോറി എല്ലാ കാര്യവും നമുക്കറിയാം. സോ ഇതിൽ നിന്ന് ഇനി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതിൻ്റെ മേക്കിംഗ് കൊണ്ടും VFXും ആനിമേഷനും CGI കൊണ്ടൊക്കെ ആ പ്രോജക്റ്റിൽ നിന്നും എന്താണ് ഇവർക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആൾക്കാർക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ കാണിച്ചു തരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് അത് സാധിച്ചിട്ടുണ്ട്. 700 കോടിയുടെ പടക്കമൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. സോ അതിൽ നിന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു വലിയ വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ മാർവലും DC ഒക്കെ ഞാൻ കാണുന്ന സമയത്ത് പലപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു. ഈ മിത്തോളജിയിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മിത്തോളജിയിലുള്ള ഗോഡ്സിനെയൊക്കെ ഈ പറയുന്ന പോലെ സ്ക്രീനിൽ ഈ മാർവലും DC ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. ഇപ്പം മാർവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നോർസ് മിത്തോളജിയിലുള്ള ഓഡിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തോർ ആയിക്കോട്ടെ, ലോക്കി ആയിക്കോട്ടെ, അതേപോലെ ഗ്രീക്ക് മെത്തോളജിയുള്ള ഹെർക്കുലീസും സിയൂസും ഒക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഗോഡ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. ഇവരെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇവരൊരു ക്യാരക്ടേഴ്സാണ്, ആ ഒരു യൂണിവേഴ്സിൽ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഇവർ ഗോഡാണ്, ആ ഒരു യൂണിവേഴ്സിലെ ഒരു ഗോഡ് ലെവൽ ബീയിങ് ആണ്, ഇവരൊരു ക്യാരക്ടറാണ്. സോ ഗോഡ് ലെവൽ ബീയിങ് അല്ല, ഗോഡ് തന്നെയാണ്, എങ്കിൽ പോലും ദേ ആർ ജസ്റ്റ് ക്യാരക്ടേഴ്സ്. ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴാണ് ഒരു ഇന്ത്യൻ മൂവി എനിക്ക് കാണാൻ സാധിക്കുക, ഒരിക്കലും കാണാൻ പറ്റുമോ എന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കാതെ വരുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു സാധനമാണ് എനിക്ക് ഈ പറയുന്ന പോലെ കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലൂടെ കിട്ടിയത്. ഈവൻ കൃഷ്ണനെ ആ ഒരു ഫ്രെയിമിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഈ മുന്നിൽ നിൽക്കുന്നൊരു ഗോഡാണെന്നോ ഒന്നും എനിക്ക് തോന്നില്ല. ഈ പറയുന്ന കാർത്തിക 2 എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അൺകൺട്രോൾ ആയിട്ടുള്ള RPM ചുറ്റുന്ന സുദർശന ചക്രത്തിൽ പോലും കൺട്രോൾ ചെയ്യുന്ന ഗോഡാണെന്നുള്ള കാര്യം. സോ അങ്ങനെ ഒരു ഗോഡാണ് ഞാൻ ഈ സ്ക്രീനിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് എന്നൊരു തോട്ട് എനിക്ക് കിട്ടാതെ ആ വേൾഡിലുള്ള ഒരു എന്താ പറയുക ഒരു ഗോഡ് ക്യാരക്ടർ അതാണ് എനിക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ള ആ ഒരു തോട്ട് എനിക്ക് കിട്ടി ഈ ഒരു സിനിമയിൽ നിന്ന്. സോ ഞാൻ കാണുന്നത് ആ ഒരു സിനിമയിൽ കാണുന്നത് ഈ പറയുന്ന പോലെ റിയൽ വേൾഡിലുള്ളവരുടെ ഒരു ഗോഡാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഗോഡായിട്ട് വിശ്വസിക്കുന്ന ഒരു ആളെന്നോ അല്ല. പകരം ആ ഒരു യൂണിവേഴ്സിലെ ഒരു ഗോഡ്, ആ ഒരു യൂണിവേഴ്സിലെ ഒരു ഗോഡ് ഉണ്ട്, പുള്ളിയുടെ പേര് എന്താ പറയുക മഹാവിഷ്ണു എന്നാണ് അല്ലെങ്കിൽ കൃഷ്ണൻ എന്നാണ്. ആ ഒരു കൃഷ്ണനെയാണ് ഞാൻ ആ ഒരു ഇതിൽ കാണുന്നത്. ആ ഒരു ഫീലായിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ
ത്രൂ ഔട്ട് കൽക്കിയുടെ ജനനമാണ് പറഞ്ഞു പോകുന്നത്. ആ ജനനം എന്ന് പറയുമ്പോൾ ജനനത്തിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് ഈ ഒരു വേൾഡ് ഈ പുരാണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൽക്കി ജനിക്കുന്നത് ഷിംബാല എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ്. സോ ഈ ഒരു വേൾഡ് നോക്കുകയാണെങ്കിൽ ഷിംബാലയിലെ ആൾക്കാർ റബൽസ് ആയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റാർ വാർസിലൊക്കെ കാണുന്ന പോലെ. ആൻഡ് ഇവിടെ ഒരു പ്രൊഫസിയാണ്. ആൻഡ് ഈ ഒരു പ്രൊഫസി പോലത്തെ സംഭവം നമ്മൾ പല സീരീസിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൂവി ഫ്രാഞ്ചൈസികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഡ്യൂണിൻ്റെ അകത്താണെങ്കിൽ പോളും ഒക്കെ വരുന്നതും പോളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു പ്രൊഫസിയാണ്. അതേപോലെ ഈ ഹാരി പോട്ടറിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഒരു പ്രൊഫസി കാണുന്നുണ്ട്. സോ ഇതുപോലെ പ്രൊഫസീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതേപോലെ ഒരു പ്രൊഫസിയാണ് ഈ ഒരു വേൾഡിലും കാണിക്കുന്നത്. ആൻഡ് ഒരു ഗോഡ് ഫുള്ളി റീഇൻകാർണേറ്റ് ആവും. പുള്ളിയുടെ 10ാമത്തെ റീഇൻകാർണേഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരമായിട്ടാണ് പുള്ളി റീഇൻകാർണേറ്റ് ആകുന്നത്. സോ പുള്ളി ആണ് ഈ പറയുന്ന ദീപിക പദുക്കോണിൻ്റെ വയറ്റുള്ള കുഞ്ഞ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെങ്കിൽ പോലും ഉള്ളിലുള്ളത് ഒരു ഗോഡാണ് എന്നൊരു ഫീല് കിട്ടാത്ത രീതിയിൽ ഈ ഒരു കഥ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോയുടെ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയൊരു എക്സ്പെക്റ്റേഷനാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനൊരു എത്തിസ്റ്റാണെന്നൊന്നും ആരും വിചാരിച്ചേക്കൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞിനെ പോലെ കണ്ടുവന്ന ശീലങ്ങളിൽ നിന്നും എങ്ങനെ ഒന്ന് മാറ്റി ഒരു സീരീസ് കാണണം എന്നൊരാഗ്രഹം തോന്നിയത് എനിക്ക് ഈ ഒരു ടൈപ്പിലാണ്. ഇത് ഭക്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, മഹാഭാരതം എന്ന് പറയുന്നത് ഇത്രയും കിടിലം കുറേ ക്യാരക്ടേഴ്സും ഇത്രയും നല്ല സ്റ്റോറി ലൈനൊക്കെ ഉള്ളൊരു വേറെ റേഞ്ച് സാധനമാണ്. ഇതിൽ നിന്ന് ഈ പറയുന്ന ഭക്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് ഒരുപാട് ഒരു R-rated രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ടുള്ള പോലത്തെ ഈ ലെവൽ പൊളിറ്റിക്സ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ആ പറയുന്ന പോലെ അസ്ഥിരപുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തും അവിടെ ജീവിക്കുന്ന ആൾക്കാരും നമ്മളുള്ള ഈ പറയുന്ന പോലെ അവിടുത്തെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സിംഹാസനത്തിനും ആ രാജ്യത്തിനു വേണ്ടി അവർ തമ്മിൽ തല്ലുന്നതും അവരുടെ നടക്കുന്ന പൊളിറ്റിക്സും അതിൻ്റെ ഇടയിലുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഗോഡ്സ് ഉണ്ടെങ്കിൽ ആ ഗോഡ്സിനെ ഗോഡിൻ്റെ ഒരു ഇതിലോട്ട് കൊണ്ടുപോകാതെ, ഐ മീൻ നമ്മുടെ റിയൽ വേൾഡിലുള്ള ഗോഡായിട്ട് കാണിക്കാതെ രീതിയിൽ പല ടൈപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന പോലെ മാർവെൽ തോറിനൊക്കെ കാണിച്ച പോലെ തന്നെ ആ ഒരു രീതിയിൽ ഈ പറയുന്ന പോലെ കൃഷ്ണനെ ആണെങ്കിലും പറയുന്ന പോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ആണെങ്കിലും ആ രീതിയിലൊന്ന് കാണിച്ച് ഒരു സാധനം കാണണം എന്നൊരു ഒരു രീതിയിൽ എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. സോ ഇതിൽ നിന്നും വേറെ ഒരു ടൈപ്പ് സാധനമാണ് ഈ ഒരു സിനിമയായിട്ടുള്ള കൽക്കിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത് തന്നെയാണ് ഈ ഒരു സിനിമയും ബാക്കിയുള്ള സീരീസിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൽക്കിയുടെ ഒരു ജനനത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഈ കൽക്കി ദീപിക പദുക്കോണിൻ്റെ വയറ്റ് ക്യാരക്ടറായിട്ടുള്ള സൂര്യയുടെ വയറ്റിൽ കിടക്കുന്ന ടൈമിൽ തന്നെ ഒരു ക്യാരക്ടറിനെ പലരും ഗോഡാണ് അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ തന്നെ കാണുന്നുണ്ടെങ്കിൽ പോലും ആ ചില ഭാഗങ്ങളിലല്ലാതെ എനിക്ക് ഈ ദീപിക പദുക്കോണിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു ക്യാരക്ടർ ഒരു ഗോഡാണെന്നുള്ള ഫീൽ എനിക്ക് കിട്ടില്ല. കാരണം അത് ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു ചൈൽഡാണ് പുള്ളിയുടെ വയറ്റിൽ കിടക്കുന്നത്, ഒരു സൂപ്പർ ഹീറോ പോലെ എന്നൊക്കെ പറയാം. സോ ഈ ഒരു ചൈൽഡ് ജനിക്കുന്നതിന് മുമ്പായിട്ടാണ് നടക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു അമാനുഷികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെ ഈ സെൻസിൽ എടുത്തോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന പോലെ ഒരു മിത്തോളജി ഉണ്ടെങ്കിൽ പോലും മിത്തോളജിയുടേതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഈ കുത്തി നിറച്ച് മിത്തോളജി കാരണം തിയേറ്ററിലോട്ട് ആൾ വന്ന് കാണണം, ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയിട്ടുള്ളത്. സോ മിത്തോളജി ഒന്നും ഇല്ലാന്നോ അല്ലെങ്കിൽ ആ രീതി തോന്നിക്കത്തില്ലാന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ പറയുന്ന പോലെ കർണൻ്റെ സീനാണെങ്കിലും അർജുനൻ്റെ സീനൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാവും, അശ്വതാത്മാവിൻ്റെ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ പോലും ആ സാധനം ആ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ സാർ, യു ആർ ഗ്രേറ്റ് മാൻ. പിന്നീട് ഇതിൻ്റെ അകത്തെ CGയും VFX കാര്യങ്ങളൊന്നും ഞാനായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും എടുത്ത് പറയാം. കാരണം ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പറയേണ്ട കാര്യം തന്നെയില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള സാധനം അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. സോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ വന്നത് മിത്തോളജി, ഞാൻ കണ്ടു വളർന്നിട്ടുള്ള മിത്തോളജിയിൽ നിന്നും എനിക്കൊരു മാറ്റം എങ്ങനെയാണ് ഈ സിനിമയിൽ തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായി ശ്രമിച്ചുള്ളത്. ആ കാര്യങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ കാര്യങ്ങൾ എടുക്കുക. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിലൊന്നും എടുക്കാതിരിക്കുക. എനിക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിൻ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ ഓഫ് പോയിൻറ്റും കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങൾ കാണാം. അതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കാം. സോ മാന്യമായിട്ടുള്ള രീതിയിൽ അറിയിക്കാം. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയോട് എനിക്ക് കിട്ടിയത്. സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഇങ്ങനത്തെ തോട്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വായിൽ വരുന്നതെല്ലാം ഞാനങ്ങ് വിളിച്ച് പറയുകയാണ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ നടന്നുകൊണ്ട് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കോളും. സോ ഇതിന് നല്ലൊരു എപ്പിസോഡ് കാണാൻ പ്രതീക്ഷയോടെ ദിസ് ഈസ് മീ യുവർ ബ്രദർ ആദിയാൻ സൈൻ ഓഫ് വിത്ത് AK Spoke മലയാളം.